കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളിപ്പോൾ വായിച്ചത് 19-ാം സങ്കീർത്തനമാണ്. ഇപ്പോൾ വായിച്ചത് 19-ാം സങ്കീർത്തനം. I extend my heartfelt greetings in the name of Lord and Savior Jesus Christ. The Psalms we read just now was Psalm 19. 19-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം പറയുന്നു, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. The verse 7 says, the law of the Lord is perfect. അതിന്റെ 11-ാം വാക്യം പറയുന്നു, അതിനെ പ്രമാണിക്കുന്നവൻ പ്രതിഫലം ലഭിക്കും. The 11th verse says, in keeping them there is great reward. യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവന് പ്രതിഫലമുണ്ട്. Everyone who follows the law of the Lord has a reward. ആരാണോ യഹോവയുടെ ന്യായപ്രമാണം കൈക്കൊള്ളുന്നത്, പ്രമാണിക്കുന്നത്, അവന് ദൈവം പ്രതിഫലം ഒരുക്കിയെന്ന് 19-ാം സങ്കീർത്തനം ഇന്ന് ഈ രാത്രിക്കാലം നമ്മളോട് വിളിച്ചു പറഞ്ഞു. The Psalms proclaims that whoever follows the law of the Lord has a reward that's stored for them. വചനം എങ്ങനെ കൈക്കൊള്ളണം? How should you preserve the law of the Lord? സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. We read in Proverbs 4:20. 4 verse 20. വചനം ശ്രദ്ധയോടെ കേൾക്കണം. Listen to the word attentively. ചെവി ചായ്ച്ച് കേൾക്കണം. You must pay attention to the word. ദൃഷ്ടിയിൽ നിന്ന് മാറാതെ സൂക്ഷിക്കണം. You must make sure that it does not move from your eye. അത് ഹൃദയത്തിൽ വെക്കണം. You must keep it in your heart. അത് നിനക്ക് സൗഖ്യവും ജീവനുമാണ്. It's healing and life in your life. തിരുവചനം ഒരു മനുഷ്യൻ കേൾക്കുമ്പോൾ അത് അവന് ജീവനായി മാറുന്നു. The word of God, when it's heard by man, it becomes life. എന്താണ് ജീവൻ? What is life? അവരായിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണത്. All the solutions to all the problems he's facing is life. അത് നിരാശയെ സന്തോഷമാക്കുന്നു. It transforms sorrow to joy. അത് പ്രതികൂലത്തെ അനുകൂലമാക്കുന്നു. It transforms tribulation to അത് testimony. മാറായെ മധുരമാക്കുന്നു. It makes Mara sweet. അത് പരാജയത്തെ വിജയമാക്കുന്നു. It makes our failure success. 15-ാം അധ്യായം ഉൽപ്പത്തിയിൽ ഒരു അബ്രഹാമിനെ കാണുന്നു. We see an Abraham in Genesis 15. വചനം പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ്. The word says Abraham believed and it was counted as a reward for him. അവന് നീതിയായി കണക്കുന്നതിന് മുമ്പേ 15-ാം അധ്യായത്തിൽ അവൻ നിരാശനാണ്. Before this reward was given to him, he was sad. എന്താണ് അവന്റെ നിരാശക്ക് കാരണം? What was the reason for his sorrow? അവൻ അവിടെ പറയുന്നു, എനിക്ക് മക്കളില്ല. He says, I don't have children. സാറാ മരിക്കും, ഞാൻ മരിക്കും. Sarah will die, I will die. എലിയാസർ ഇവിടെ ഉണ്ടാകും. Eliezer will remain here. 15-ാം അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. The chapter 15 ends. എന്നാൽ ദൈവം But God അവനോട് പറഞ്ഞു, അബ്രഹാമേ, said to him, Abraham, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാണ്. I am your reward. ഞാൻ വചനത്തെ പ്രമാണിക്കുന്നവന്റെ പ്രതിഫലമാണ്. I am your reward. നീ ആകാശത്തേക്ക് നോക്കുക, Look up to the skies. നീ നക്ഷത്രങ്ങളെ എണ്ണുക. Look and count these stars. അവന്റെ നിരാശയെ സന്തോഷമാക്കി. God transformed his sorrow to joy. ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം നിങ്ങൾ. You must type this thing in Google. ഒരു ദിവസം 10 ലക്ഷം പേർ ലോകത്തിൽ സ്നാനപ്പെടുന്നു. Every day 10 lakh people are baptized in വചനപ്രകാരം അത് അബ്രഹാമിന്റെ സന്തതികളാണ്. the word. According to the word, they are descendants of Abraham. അബ്രഹാം ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നു. Abraham is still counting today. അബ്രഹാമിന്റെ ഡിപ്രഷനെ സന്തോഷമാക്കി. God transformed Abraham's depression to joy. എസ്തേർ അധ്യായത്തിലേക്ക് ഒന്ന് പോകാം. Let's turn to the book of Esther. അവിടെ ഒരു മൊർദെഖായി. We see a Mordecai there. അവന്റെ ചുറ്റുപാടും പ്രതികൂലങ്ങൾ. Trouble is amidst him. ഹാമാൻ കഴിവരം തീർത്തിരിക്കുന്നു. Haman is under
under the tree. യഹൂദാഗൃഹത്തിന്റെ കൊല അതിന് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്നു. The date for the murder is ready. ആധാർ മാസം 13-ാം തീയതിയാണത്. In the 13th day of the month. രാജനാമത്തിൽ രാജമോതിരം കൊണ്ട് മുദ്ര എഴുതിയ ഒരു രേഖ ഹാമാൻ ഉണ്ടാക്കിയിരിക്കുന്നു. Haman created a verdict to kill മൊർദെഖായി. ഹല്ലേലൂയ. Hallelujah. ഒരു പ്രതീക്ഷ മാത്രമാണ് അവനുള്ളത്. It's just one desire, അവൻ എസ്തേറിനെ നോക്കി പറഞ്ഞു, he looked up to Esther and said, എസ്തേർ നീ രാജസന്നിധിയിലേക്ക് ചെല്ലണം. Esther, you must go to the throne. അവിടെ നിന്നും നെഗറ്റീവാണ് കിട്ടിയത്. She got negative from there. രാജാവ് പറയാതെ രാജസന്നിധിയിൽ കയറിയാൽ ചിറ്റപ്പ മരണമാണ്, മരണം. If you go into the court of the king without his permission, എല്ലാം പ്രതികൂലം. everything is difficult. മൊർദെഖായിക്ക് സകലതും പ്രതികൂലം. Everything against Mordecai. ഹല്ലേലൂയ. Amen. മൊർദെഖായി Mordecai, യഹോവയുടെ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവനാണ്. he proclaims the law of the God. അവൻ എസ്തേറിനോട് പറഞ്ഞു, He told to Esther, എന്റെ അടുത്തൊരു കൊച്ചു പുസ്തകമുണ്ട്. I have a small book with me. അതിൽ എഴുതിയിരിക്കുന്നത് It's written in that book. യഹൂദന്റെ ഉദ്ധാരണവും രക്ഷയും നടക്കുമെന്നാണ്. It's written that a desire of the Jew will happen. എസ്തേറിന്റെ കാതുകൾ തുളർന്നു. Esther's ears were opened. വചനം വ്യാപരിക്കുവാൻ തുടങ്ങി. The word started to work. വചനം ജീവനായി പരിണമിക്കാൻ തുടങ്ങി. The word transformed to life. അവൾ രാജസന്നിധിയിലേക്ക് ചെന്നു. She went to the court of the king. അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ, Without an appointment. രാജാവ് ചെങ്കോൽ നീട്ടി. The king raised the sword. രാജ്യത്തിന്റെ പകുതിയായാലും നിനക്ക് തരാൻ തയ്യാറെന്ന് രാജാവ് പറഞ്ഞു. The king said, I'm ready to give half of my nation to you. മൊർദെഖായിയുടെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളും മായുകയാണ്. The problem in front of Mordecai is slowly disappearing. ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിന്മേൽ ഹാമാൻ തന്നെ കയറി. Haman got onto the tree that he had made. രാജനാമത്തിൽ എഴുതിയ രാജമോതിരം കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന രേഖയെ മൊർദെഖായിയോട് തിരുത്തി എഴുതി. Mordecai rewrote that verdict. ആധാർ മാസം 13-ാം തീയതി യഹൂദന്റെ മൊർദെഖായിയുടെ ഉത്സവകാലമാക്കി. It became the festival of Mordecai. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. The law of the Lord is perfect. അതിനെ പ്രമാണിക്കുന്നവന് പ്രതിഫലമുണ്ട്. Whoever declares it will get a reward. ഇതാ ഒരു അമ്മായിയമ്മ 2 മരുമക്കൾ റൂത്തിന്റെ അധ്യായത്തിൽ കാണുന്നു. We see a mother-in-law and 2 daughter-in-laws in the book of Ruth. ഇസ്രായേൽ നിന്നും മോവാബിലേക്ക് പോയത് ഭർത്താവും 2 ആൺമക്കളുമായാണ്. They went from Israel to Moab with a husband and 2 sons. അന്ന് ഇസ്രായേലിൽ ക്ഷാമമുണ്ടായിരുന്നു. There was famine in Israel. നവോമി Naomi, മരുമക്കളായ and the daughter-in-laws, ഓർപ്പയോടും റൂത്തിനോടും she told to Orpah and Ruth, അവിടെ വെച്ച് she told there, ന്യായപ്രമാണവും വചനവും ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ചും പറഞ്ഞു. she told them about the law of the Lord and the God of Israel. 2 പെൺകുട്ടികളും കേട്ടുകൊണ്ടിരുന്നു. 2 girls, they listened. നവോമിയുടെ 2 ആൺമക്കൾ മരിച്ചുപോയി, ഭർത്താവും മരിച്ചുപോയി. Naomi's 2 children and her husband died. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ. ഈ 2 മക്കളെയും കൂട്ടി നവോമി അപ്പത്തിന്റെ ദേശമായ ഇസ്രായേലിലേക്ക് മടങ്ങി വരികയാണ്. Dear listeners, Naomi gathered these 2 daughter-in-laws and she's going to the land of Israel. നവോമി അവളോട് പറഞ്ഞു, Naomi told her, മക്കളെ, മോവാബ് ദേശത്തിൽ നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് നിങ്ങൾക്ക് സ്ഥാനമില്ല, നിങ്ങൾ മോവാബ്യരാണ്. Dear children, there's no space for you in Israel, you're Moabites. ഓർപ്പ അത് കേട്ടു. Orpah heard that.
അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. She kissed her mother-in-law and എന്നാൽ she ഇവിടെ departed. റൂത്തിനെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. But now just look at Ruth. ഇന്ന് രാത്രി റൂത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം. Tonight just observe Ruth. നവോമി പറഞ്ഞ വാക്കുകൾ The words that Naomi uttered. അവളിൽ പ്രതിഫലം കൊടുക്കുവാൻ പോവുകയാണ്. It's going to give her a reward. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. The law of the Lord is perfect. അവൾ കേട്ടത് ശ്രദ്ധയോടെ കരുതി. She preserved what she carefully heard. അവൾ വിളിച്ചു പറഞ്ഞു, She proclaimed it. നിന്റെ ദൈവം എന്റെ ദൈവം, Your God is my God. നീ പാർക്കുന്ന ദേശം എന്റെ ദേശം, Your homeland is my homeland. മരണത്തിനല്ലാതെ നമ്മെ വേർപിരിപ്പാൻ സാധ്യമല്ല. Nothing but death can separate us. റുത്ത്, മോവാബ്യനായ റുത്ത്, മോവാബ്യ സ്ത്രീയായ റുത്ത് ഇസ്രായേലിലേക്ക് കടക്കുകയാണ്. That we see the Moabite woman named Ruth go into Israel. അവൾക്ക് സ്ഥാനമില്ല അവിടെ. അവൾക്ക് അവിടെ ഭർത്താക്കന്മാരെ കിട്ടില്ല. There is no space for her. She won't get rooms there. 7 സംവത്സരം വരെ ഒരു മോവാബ്യ സ്ത്രീക്ക് ഇസ്രായേലിൽ സ്ഥാനമില്ല. There is no space for a widow in Israel. എന്നാൽ വചനം പ്രമാണിച്ച റുത്ത് ഇറങ്ങി വന്നു. But because the word proclaimed, അവൾ വയലിലേക്ക് ഇറങ്ങി. she went into the field. അവൾക്ക് കാലയിട്ട് കൊടുക്കുവാൻ സ്വർഗം പദ്ധതിയിട്ടു. God gave her the opportunity to harvest. അവൾക്ക് ഭർത്താവായി ബോവസിനെ കൊടുത്തു. God gave Boaz as a husband to her. അവളിലൂടെ യേശു ക്രിസ്തുവിന്റെ വംശാവലി വന്നു. Through him the lineage of Jesus Christ was. അവളുടെ പേര് 66 പുസ്തകങ്ങളിൽ ഒന്നാക്കി. Her name was one in 66 books. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. The law of the Lord is perfect. അതിനെ പ്രമാണിക്കുന്നവരെ Everyone who proclaims it, പ്രതിഫലമുണ്ട്. there shall be reward. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. 2 നിമിഷം മാത്രം. Only 2 more minutes. മോശ 10 ലക്ഷം പേരുമായി മരുഭൂമിയിലൂടെ യാത്രയാണ്. Moses is traveling with 10 lakh people in the desert. മിസ്രയീം ദേശത്തിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്ര. Going from Egypt to the land of Canaan. 10 ലക്ഷം മുമ്പിലുള്ള നായകനായി മോശ നിൽക്കുകയാണ്. There's a leader, Moses, before 10,000 people. ചുറ്റുപാടിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. He hears a loud sound from his surroundings. അനാക്യരുടെ മുമ്പിൽ ആർക്കും നിൽക്കുവാൻ പറ്റുകയില്ല. There is no ability to stand before the enemy. ലോകം ശബ്ദിക്കുന്നത് ഇതാണ്. That's what the world proclaims. മോശ ഭയപ്പെട്ടു. Moses feared. സ്വർഗം ഇറങ്ങി വന്നു. Heaven came down. മോശേ, Moses, അനാക്യരുടെ മുമ്പിൽ ആർ നിൽക്കുമെന്നുള്ള കേൾവിയുണ്ട്. അനാക്യരുടെ മുമ്പിൽ ആർ നിൽക്കും എന്ന ഒരു കേൾവിയുണ്ട്. മോശേ, അത് നീ കേൾക്കരുത്. I hear you're not able to stand before the enemy, but remember to not listen to that. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. I will fight the battle for ഇന്ന് you. സഭയോടൊരു ദൂത് പറയട്ടെ. Let me tell a prophecy to the നിന്റെ church. ആയിരിക്കുന്ന ഈ ലോകം This world എന്തും പറയട്ടെ, will say a lot of things. സ്വർഗം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Heaven will fight for you. അബ്രഹാമിന്റെ നിരാശയെ Abraham's distress, സന്തോഷമാക്കിയ ദൈവം it was transformed to joy. നവോമിയുടെ മാറായെ മധുരമാക്കിയ ദൈവം. Naomi's Mara was turned to sweetness. ഹല്ലേലൂയ, Hallelujah, amen. ഹല്ലേലൂയ. Hallelujah, amen. അമലേക്കരുടെ മുമ്പിൽ ദൈവം യുദ്ധം ചെയ്തു. God fought before the Amalekites. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. ആവർത്തന പുസ്തകം ഡിറ്ററോണോമി 9-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. Go home and read Deuteronomy 9 verse 2. സ്വർഗം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Heaven will fight for you. ഇന്നത്തെ ഈ 31-ാം തീയതി This 31st, ഈ പുൾപിറ്റിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുന്നു, I'm proclaiming, standing on this pulpit, നിന്റെ ഡിപ്രഷനെ, your depression. ലോകം ഇന്ന് കാണുന്നത് ഡിപ്രഷനാണ്. The world sees depression. ഡിപ്രഷനും സൂസൈഡുമാണ് നാം പത്രങ്ങളിലും ടിവിയിലും വായിക്കുന്ന വാർത്ത. We see and watch suicide on പക്ഷെ അത് television നിന്റെ and newspaper. തൊടുകയില്ല.
but that will not touch you. നിന്റെ ഡിപ്രഷനെ Your depression സന്തോഷമാക്കും. will be turned to joy. എലിയ, നീ വചനം കേൾക്കുന്നവളാണെങ്കിൽ If you listen to the word of God, റൂത്തിനെ പോലെ നിന്റെ വംശാവലിയിൽ like Ruth, your lineage, നിന്റെ പേര് വേദപുസ്തകത്തിൽ എഴുതുന്നൊരു ദൈവമുണ്ട്. there's a God that writes your name in the book. മൊർദെഖായിയെ കൂടെ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, If you pray like Mordecai, നിനക്ക് വേണ്ടി കഴുമരം ലോകമൊരുക്കും. there will be കഴുമരം ലോകമൊരുക്കും. there will be the tree that's set by the world. But God is with you. ദൈവം നിന്നോട് കൂടിയുണ്ട്. But God is with you. ഈ ദിവസം This today, ഞാൻ എൻ്റെ വചനത്തെ നിർത്തുകയാണ്. I'd like to conclude my word. നമുക്ക് അനേകമായ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ശുശ്രൂഷകൾ ബാക്കിയുണ്ട്. We have a lot of meetings left. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. Let's pray for that. ഈ ചർച്ചിന്റെ തുടക്കം നിങ്ങൾക്കറിയുന്നതാണ്. You know the beginning of this church. ഒറ്റ മിനിറ്റ് മാത്രമാണ് ഞാൻ എടുക്കുക. Only one more minute I'd like to. 2 പാസ്റ്റർമാരും അവരോട് കൂടെ അടിയനും ഉണ്ടായിരുന്നു. 2 pastors, and along with them I was also. അതൊരു അത്ഭുതകരമായ തുടക്കമായിരുന്നു. It was a marvelous beginning. അത് ദൈവവചനം പോലെ യഹോവയുടെ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി സുവിശേഷത്തിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ തീരുമാനിച്ചു. With word as a foundation, gospelization as a foundation, we decided to proceed. ഇതാ ഇപ്പോൾ ഒരു അഭിഷിക്തനായ വേറൊരു പാസ്റ്ററെയും കൊണ്ടുവന്നിരിക്കുന്നു. Now we have another anointed pastor. ഇപ്പോൾ സഭയിൽ 3 പാസ്റ്റർമാരുണ്ട്. Now we have 3 pastors in the മനോഹരമായ ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. We have 2 beautiful services in ഈ the church. 31-ാം തീയതി നിങ്ങൾ പ്രാർത്ഥിക്കുക. This 31st, just pray. ദേശത്തൊരു കൊയ്ത്തിനായി പ്രാർത്ഥിക്കുക. Pray for the harvest of this nation. ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. Pray that we can see the miracles and the signs of God in this nation. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. May God bless you all.